ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് കോഴിക്കുണ്ടാകുന്ന ഒട്ടുമിക്ക എല്ലാ അസുഖങ്ങൾക്കുള്ള ഒരു മരുന്നാണ്. ഇത് കോഴിക്കുണ്ടാകുന്ന പനി, കഫക്കെട്ട്, തൂങ്ങി നിൽക്കൽ, വെള്ള തൂറുന്നത്, ആഹാരം എടുക്കാതിരിക്കും, ക്ഷീണിച്ചൊക്കെ ഇരിക്കും, ഇങ്ങനെയുള്ള എല്ലാവിധ അസുഖങ്ങൾക്കുമുള്ള ഒരു പരിഹാര മാർഗമാണ്. ഞാൻ എൻ്റെ കോഴിക്ക് ഈ മരുന്നാണ് കൊടുക്കുന്നത്. അസുഖം ഇല്ലെങ്കിൽ പോലും ആഴ്ചയിൽ ഒരു വട്ടം ഇത് കൊടുത്താൽ അവയ്ക്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുവാൻ സഹായിക്കും. അതുപോലെ തന്നെ അസുഖം വരുന്നതിന് മുമ്പ് നമ്മൾ ചികിത്സിക്കുന്നതാണല്ലോ നല്ലത്. ഇവയെല്ലാം തന്നെ നമ്മുടെ തൊടിയിലും വീട്ടിലുമുള്ള സാധനങ്ങൾ കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ആദ്യമായി ഞാൻ എടുത്തിരിക്കുന്നത് പച്ചമഞ്ഞളാണ്. ഇത് രോഗപ്രതിരോധ ശേഷിക്ക് വളരെ നല്ലതാണ്. ഒരു കഷ്ണം പച്ചമഞ്ഞൾ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. ഇത് ദഹന പ്രശ്നങ്ങൾ മാറാൻ വളരെ നല്ലതാണ്. ഇത് മനുഷ്യർക്കായാലും ദഹന പ്രശ്നത്തിന് ഇഞ്ചി ഇട്ട് കടിഞ്ചായ കുടിക്കുന്നതും ഇഞ്ചിനീര് കഴിക്കുന്നതും എല്ലാം വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഇത് ശരീരം തണുപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. അടുത്തതായി എടുത്തിരിക്കുന്നത് വെളുത്തുള്ളിയാണ്. ഇതും ഗ്യാസിൻ്റെ പ്രശ്നം, വയറ്റിലുണ്ടാകുന്ന മറ്റ് പ്രശ്നങ്ങൾക്കെല്ലാം വെളുത്തുള്ളി നല്ല ഒരു മരുന്നാണ്. അടുത്ത് നമുക്ക് ആടലോടമാണ് വേണ്ടത്. ഇത് കഫക്കെട്ട് മാറാൻ വളരെ നല്ലതാണ്. ഇത് മനുഷ്യർക്കായാലും കഫക്കെട്ടുണ്ടാകുമ്പോൾ ആടലോടത്തിൻ്റെ നീര് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ തുളസിയും പനിക്കൂർക്കയുമാണ് അടുത്തെടുത്തിരിക്കുന്നത്. ഇത് കോഴിക്കുണ്ടാകുന്ന പനി, കഫക്കെട്ട്, കുറുങ്ങൽ ഇവയ്ക്കെല്ലാം മാറാൻ സഹായിക്കുന്നു. അടുത്തതായി എടുത്തിരിക്കുന്നത് വേപ്പിലയാണ്. വേപ്പിലയും എടുത്തിട്ടുണ്ട്, കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. ഇവ നല്ല ഒരു ആൻറ്റിബാക്ടീരിയലാണ്. ഇവയെല്ലാം ചേർന്ന് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം. കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കുന്നതാണ് നല്ലത്. എന്നാൽ മാത്രമേ ഇത് അരയത്തുള്ളൂ. ഇതൊരു കുഴമ്പ് രൂപത്തിൽ അരച്ചെടുക്കണം. ഒരാഴ്ച വരെ നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അതുപോലെ തന്നെ തണുപ്പോടെ ഇതിന് ഒരിക്കലും കോഴിക്കെടുത്ത് കൊടുക്കരുത്. ഇത് വെള്ളത്തിൽ കലർത്തിയും അതുപോലെ തന്നെ അവയുടെ ആഹാരത്തിൽ മിക്സ് ചെയ്ത് നമുക്ക് കൊടുക്കാം. കോഴിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഒരു നെല്ലിക്ക വലുപ്പത്തിലെടുത്ത് ഇവ നേരിട്ട് നമുക്ക് അവയുടെ വായിൽ കൊടുക്കാവുന്നതാണ്. അതുപോലെ കോഴിയെ വളർത്തുന്നവർ എന്നും അതിന് ആഹാരം കൊടുക്കുമ്പോൾ 10 മിനിറ്റ് അതിനെ ശ്രദ്ധിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് തുടക്കത്തിലെ അവയ്ക്കുണ്ടാകുന്ന അസുഖങ്ങൾ കണ്ടുപിടിക്കാൻ സാധിക്കൂ. ഒരു കോഴിക്ക് എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അതിനെ മാറ്റി ഇടണം. അല്ലെങ്കിൽ ബാക്കിയുള്ളതിനും കൂടി വേഗം അസുഖം വരും. അതുപോലെ കോഴിത്തീറ്റ സ്വയം എടുക്കുന്നില്ല എങ്കിൽ ലിക്വിഡായ എന്തെങ്കിലും ആഹാരം അതിൻ്റെ വായിൽ ഒഴിച്ചു കൊടുക്കണം. അതിന് ഏറ്റവും നല്ലൊരു മരുന്ന് ഞാൻ പറഞ്ഞു തരാം. വേറൊന്നുമല്ല, മുട്ടയാണ്. ഒരു മുട്ട പൊട്ടിച്ച് കലക്കി അതിന് ഒരു ഫില്ലറിലെടുത്ത് അതിന് കൊടുക്കാവുന്നതാണ്. അത് വലിയ കോഴിയാണെങ്കിൽ 2 നേരമായി കൊടുക്കാം. അതല്ല ചെറിയ കോഴി കുഞ്ഞ് ആണ് എങ്കിൽ നമുക്കൊരു 3 നേരം കൊടുക്കാം. ഇങ്ങനെ കൊടുക്കുമ്പോൾ തന്നെ ഒരു മുട്ടയിൽ എല്ലാ പോഷകങ്ങളും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ക്ഷീണമെല്ലാം പെട്ടെന്ന് മാറും. ഇത് കൊടുത്തിട്ട് മാത്രമേ മരുന്ന് കൊടുക്കാവൂ. അല്ലാതെ മരുന്ന് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും അതിൻ്റെ രോഗം മാറില്ല. അല്ലെങ്കിൽ കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ട് അതിൽ കുറച്ച് ഉപ്പും പഞ്ചസാരയും ചേർത്തും അതും ഫില്ലറിൽ കൊടുക്കാവുന്നതാണ്. ഇത് സ്വയം ആഹാരം എടുക്കുന്നത് വരെ നമ്മൾ അതിന് കൊടുക്കുക തന്നെ വേണം. ബാക്കി വിശേഷങ്ങളെല്ലാം നമുക്ക് വേറൊരു വീഡിയോയിലായാലോ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.